ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ് വിഷയത്തിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. വിദേശ തൊഴിൽ കുടിയേറ്റ നടപടികളിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനുള്ള ഗ്ലോബൽ മൊബിലിറ്റി കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനത്ത് നാളെ മുതൽ വ്യാപക മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. അറബിക്കടലിന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ നിയമസഭയിൽ തുടർച്ചയായ 2ാം ദിവസവും പ്രതിപക്ഷ പ്രതിഷേധം. നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി രജു കോലിയക്കോട്. രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചതു മുതൽ പ്ലക്കാർഡുകളും ബാനറുകളുമായി പ്രതിപക്ഷം നടുത്തളത്തിലേക്കിറങ്ങി പ്രതിഷേധിച്ചു. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തരുതെന്നും സ്വർണ്ണപ്പാളി വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് അറിയിച്ചെന്നും സ്പീക്കർ വ്യക്തമാക്കിയെങ്കിലും പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധം തുടർന്നു. പ്രതിപക്ഷ ബഹളം രൂക്ഷമായതിനെ തുടർന്ന് സ്പീക്കർ ചോദ്യോത്തരവേള റദ്ദാക്കുകയും സഭാ നടപടികൾ അല്പസമയത്തേക്ക് നിർത്തിവയ്ക്കുകയും ചെയ്തു. സഭ പുനരാരംഭിച്ച ശേഷം പ്രതിപക്ഷ ബഹളത്തിനിടെ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിയുകയാണെന്ന് സ്പീക്കർ അറിയിക്കുകയായിരുന്നു. ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലേക്ക് കുടിയേറുന്നവർക്ക് സമുദായ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത് കേന്ദ്ര മാനദണ്ഡങ്ങൾ അനുസരിച്ചാണെന്ന് എ രാജയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് നൽകിയ മറുപടിയിൽ അദ്ദേഹം വ്യക്തമാക്കി. 1950 മുമ്പ് കേരളത്തിലേക്ക് കുടിയേറുകയും സ്ഥിരതാമസമാക്കുകയും ചെയ്ത തമിഴ് ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മാത്രമാണ് നിലവിൽ ജാതി സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത്. ഈ കാലപരിധി 1970 ജനുവരി 1 മുമ്പായി പുനർനിർണയിക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ ശുപാർശ. ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതിയിലൂടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ 1039 വിദ്യാർത്ഥികളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചതായി മന്ത്രി OR കേളു. വിദേശ പഠനത്തിന് പോകുന്ന പിന്നാക്ക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ഭാഷാ പരിശീലനം ഉറപ്പാക്കുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2024 കേരള പൊതുവിൽപ്പന നികുതി ഭേദഗതി ബിൽ, 2025 കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ, കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ഭേദഗതി ബിൽ, കേരള കയർ തൊഴിലാളി ക്ഷേമ സെസ് ഭേദഗതി ബിൽ തുടങ്ങിയവ പ്രതിപക്ഷ ബഹളത്തിനിടെ നിയമസഭ പാസാക്കി. സുരക്ഷിതമായ കുടിയേറ്റം ഉറപ്പാക്കാൻ സർക്കാരും റിക്രൂട്ട്മെന്റ് ഏജൻസികളും സഹകരിച്ചു മുന്നേറണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗ്ലോബൽ മൊബിലിറ്റി കോൺക്ലേവ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുടിയേറ്റത്തിന് ശ്രമിക്കുന്നവരെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം അറിഞ്ഞിട്ടും ദേവസ്വം ബോർഡ് മറച്ചുവച്ചതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെ പുറത്തു കൊണ്ടുവരണമെന്നും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ BJP നാളെ ക്ലിഫ് ഹൌസിലേക്ക് മാർച്ച് നടത്തും. സംഭവം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും ദേവസ്വം മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. സ്വർണ്ണപ്പാളി വിഷയത്തിൽ ശബരിമലയിൽ വിജിലൻസ് SPയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തി. തിരുവാഭരണം കമ്മീഷണർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ അന്വേഷണ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ സുരംഗ ഉൾപ്പെടെയുള്ള പരമ്പരാഗത ജലസ്രോതസ്സുകളെ ശക്തിപ്പെടുത്തി ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്ന് കേന്ദ്ര സംഘം. ജില്ലയിലെ ജൽശക്തി അഭിയാൻ പ്രവർത്തനങ്ങൾ സംഘം വിലയിരുത്തി. ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P ജഗന്നിവാസൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. സുരംഗങ്ങളുടെ നവീകരണത്തിന് പ്രത്യേക പദ്ധതി ഏറ്റെടുത്ത് നടത്താനുള്ള സാധ്യത പരിശോധിക്കണമെന്ന് കേന്ദ്ര സംഘം നിർദ്ദേശിച്ചു. ജില്ലയിൽ ഓരോ വകുപ്പും ഈ സാമ്പത്തിക വർഷം നടത്തുന്ന പ്രവർത്തനങ്ങളുടെ അവലോകനവും യോഗത്തിൽ വിശദീകരിച്ചു. കൃത്രിമ ഭൂജല സംപോഷണ പദ്ധതികളും ജലസംരക്ഷണ പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ ക്രിട്ടിക്കൽ ബ്ലോക്കായ കാസർഗോഡിന് മുൻഗണന നൽകണമെന്ന് പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെൽ ഡയറക്ടർ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ വിവിധ പഞ്ചായത്തുകളിലായി 450 സുരംഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയുടെ സംരക്ഷണത്തിന് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപടി സ്വീകരിച്ചു വരികയാണെന്ന് യോഗത്തിൽ അറിയിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് ഇന്ന് വൈകിട്ട് 3:15 പുറപ്പെടേണ്ടിയിരുന്ന പ്രത്യേക ട്രെയിൻ വൈകിട്ട് 6:05 യാത്ര തിരിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു. തിരുവനന്തപുരം മുതലപ്പുഴി അഴിമുഖത്തെ മണൽ നീക്കം പൂർണ്ണതോതിൽ പുനരാരംഭിച്ചു. കണ്ണൂർ അഴീക്കൽ തുറമുഖത്തു നിന്ന് എത്തിച്ച
ചന്ദ്രഗിരി ഡ്രഡ്ജറിന്റെ കേടുപാടുകൾ തീർത്തതോടെയാണ് മണൽ നീക്കം പുനരാരംഭിക്കാൻ സാധിച്ചത്. കാലവർഷത്തിന് മുന്നേ മണൽ നീക്കി അഴിമുഖം അപകടരഹിതമാക്കണമെന്ന മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യത്തെ തുടർന്നാണ് നടപടി. മഹാരാഷ്ട്രയിലെ കർഷകർക്കും കരകൌശല വിദഗ്ധർക്കും ചെറുകിട വ്യവസായങ്ങൾക്കും ആശ്വാസമായി പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ. 12% നികുതി 5% കുറച്ച നടപടി ശുദ്ധീകരിച്ച പഞ്ചസാരയുടെ വില 7% കുറയാൻ കാരണമായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിലെ യശോഭൂമി കൺവെൻഷൻ സെന്ററിലാണ് 4 ദിവസത്തെ സമ്മേളനം നടക്കുന്നത്. സാങ്കേതിക നവീകരണത്തിലൂടെ പരിവർത്തനം എന്നതാണ് പരിപാടിയുടെ പ്രമേയം. PM വികാസ് യോജനയ്ക്ക് കീഴിൽ പാലക്കാട് IITക്ക് അനുവദിച്ച പദ്ധതികളുടെ ധാരണാപത്രം നാളെ ഒപ്പുവയ്ക്കും. ന്യൂനപക്ഷ മന്ത്രാലയവും IIT പാലക്കാടും തമ്മിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അധ്യക്ഷനാകും. രാജ്യത്തെ ഏറ്റവും വലിയ വയോജന ഉല്ലാസയാത്ര സംഘടിപ്പിച്ച് മലപ്പുറം നഗരസഭ. കോഴിക്കോട് നിന്നുള്ള ട്രാവൽ ഏജൻസിയാണ് 3000-ലേറെ വയോജനങ്ങളെ പങ്കെടുപ്പിച്ചുള്ള യാത്രയ്ക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുന്നത്. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. 40 വാർഡുകളിൽ നിന്നും 3010 വയോജനങ്ങളെയും കൊണ്ട് നിരവധി ബസ്സുകളായി വയനാട് കാണാൻ പുറപ്പെടുന്ന യാത്രയാണ് മലപ്പുറത്ത് നിന്നും പുറപ്പെട്ടത്. സഹായത്തിനായി അതത് വാർഡ് അംഗങ്ങളും കുടുംബശ്രീ, ICDS, അൽഹിന്ദ് പ്രതിനിധികളും വയോജനങ്ങൾക്കൊപ്പം ഉണ്ടാകും. വയനാട് ജില്ലയിലെ പൂക്കോട് തടാകം, കാരാപ്പുഴ ഡാം തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിക്കും. ഡോക്ടർമാരടങ്ങിയ മെഡിക്കൽ സംഘവും ആംബുലൻസുകളും യൂണിവേഴ്സൽ ബുക്ക് ഓഫ് റെക്കോർഡ് സംഘവും സന്നദ്ധ സംഘടനകളും അനുഗമിക്കുന്നുണ്ട്. അറബിക്കടലിൽ രൂപം കൊണ്ട ശക്തി ചുഴലിക്കാറ്റ് ദുർബലമാകുന്നു. വടക്കുപടിഞ്ഞാറൻ അറബിക്കടലിൽ നിന്നും തെക്കുകിഴക്ക് ദിശയിലേക്ക് നീങ്ങുന്ന ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദമായി മാറാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് നാളെ മുതൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അറബിക്കടലിന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഹജ്ജ് ട്രെയിനർമാരാകുന്നതിന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾ hajjcommittee.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഓൺലൈനായി ഈ മാസം 20 വരെ അപേക്ഷ സമർപ്പിക്കാം. നവരാത്രി പൂജയിൽ പങ്കെടുത്ത ശേഷം വിഗ്രഹങ്ങൾ പത്മനാഭപുരത്തേക്ക് മടങ്ങി. ഇന്നലെ എത്തിച്ച വിഗ്രഹങ്ങൾക്ക് കോട്ടവാതിൽക്കൽ വൻ വരവേൽപ്പാണ് നൽകിയത്. സരസ്വതി ക്ഷേത്രത്തിന് മുന്നിൽ എത്തിയ വിഗ്രഹങ്ങൾക്ക് കേരള പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. ഘോഷയാത്രയോടൊപ്പം കൊണ്ടുപോയ ഉടവാൾ കൊട്ടാരം അധികൃതർ ഏറ്റുവാങ്ങി. വേളിമല കുമാരസ്വാമിയെ കുമാരകോവിലിലേക്ക് എഴുന്നള്ളിച്ചു. കൽക്കുളം നീലകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ വിശ്രമിച്ച 300 വിഗ്രഹത്തെ ഇന്ന് ശുചീന്ദ്രത്തേക്ക് എഴുന്നള്ളിക്കും. വാൽമീകി ജയന്തി ദിനത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ജനങ്ങൾക്ക് ആശംസ നേർന്നു. ഇന്ത്യൻ സംസ്കാരത്തിന്റെ അടിത്തറപാകിയ വ്യക്തികളിൽ ഒരാളായ വാൽമീകി പകർന്നു നൽകിയ ആശയങ്ങൾ തുടരാൻ സാധിക്കട്ടെയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. സാമൂഹിക ഐക്യത്തിൽ വേരൂന്നിയ മഹർഷി വാൽമീകിയുടെ പാഠങ്ങൾ രാഷ്ട്രത്തെ പ്രചോദിപ്പിക്കുകയും പ്രകാശത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 255 പോയിന്റ് ഉയർന്ന് 82,049-ലും നിഫ്റ്റി 68 പോയിന്റ് നേട്ടത്തിൽ 25,146-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 920 രൂപ കൂടി 89,480 രൂപയും ഗ്രാമിന് 11,185 രൂപയുമാണ് ഇന്നത്തെ വില. ഭൌതികശാസ്ത്ര നൊബേൽ പുരസ്കാരം ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ത്യൻ സമയം വൈകിട്ട് 3:15 സ്റ്റോക്ക്ഹോമിൽ റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസാണ് പ്രഖ്യാപനം നടത്തുക. പ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ട കണ്ടെത്തലിന് 3 പേർ ഈ വർഷത്തെ വൈദ്യശാസ്ത്ര നൊബേൽ പങ്കിട്ടു. ഇസ്രയേൽ ഗാസ യുദ്ധം ആരംഭിച്ച് ഇന്ന് 2 വർഷം. ഇരുപക്ഷങ്ങളും തമ്മിലുള്ള ശത്രുത ഉടൻ അവസാനിപ്പിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. 2023 ഒക്ടോബർ 7 ഇസ്രയേലിൽ ഹമാസ് ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെട്ടതോടെയായിരുന്നു സംഘർഷം രൂക്ഷമായത്. ഇസ്രയേൽ തിരിച്ചടിയിൽ ഇതുവരെ 70,000-ഓളം പലസ്തീൻ പൌരന്മാരാണ് കൊല്ലപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ് വിഷയത്തിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. വിദേശ തൊഴിൽ കുടിയേറ്റ നടപടികളിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനുള്ള ഗ്ലോബൽ മൊബിലിറ്റി കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനത്ത് നാളെ മുതൽ വ്യാപക മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. അറബിക്കടലിന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.